കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് സ്പാനിഷ് ഡിക്ഷണറിയിൽ ഒരു പുതിയ വാക്ക് കൂടി കൂട്ടിച്ചേർത്തു, ഇൻമെസിയോനാറ്റെ. ആ വാക്കിനർത്ഥം അൺലിമിറ്റഡ് എബിലിറ്റി ഓഫ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. ഒരുപാട് ഇടങ്ങളിൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, മെസ്സി ജനിച്ചപ്പോഴേ ടാലൻറ്റഡ് ആയിരുന്നു, എന്നാൽ റൊണാൾഡോ കഠിനാധ്വാനം കാരണമാണ് മുന്നിലെത്തിയതെന്ന്. ഒരുപാട് സ്പോർട്സ് എക്സ്പേർട്സും പ്ലേയേഴ്സും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇതേ കാര്യം തന്നെ പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മാൽക്കം ഗ്ലാഡ്വെല് അദ്ദേഹം നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ആളുകൾ വിചാരിക്കുന്നത് ജീനിയസ് അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് തുടക്കത്തിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ്. എന്നാൽ സത്യത്തിൽ ആ അഡ്വാൻറ്റേജ് അത്രയ്ക്കും വലുതായിരിക്കില്ല. എല്ലാ ജീനിയസ് ആയിട്ടുള്ളവരും അവരവരുടേതായ മേഖലകളിൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോരുത്തർക്കും ജനിച്ച ഉടനെ തന്നെ അത്രയും ടാലന്റ് ഉണ്ടായിരിക്കണമെന്നില്ല. അവരെല്ലാം ആ ടാലന്റ് ഡെവലപ്പ് ചെയ്യാനായി വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടുണ്ട്. മെസ്സി പറയുന്നു, ഞാൻ നേരത്തെ ഉണർന്ന് രാത്രി വൈകുന്നവരെ പരിശീലിക്കും. ഒരു ഓവർനൈറ്റ് സക്സസ് ആകാനായി എനിക്ക് 17 വർഷവും 114 ദിവസവും എടുത്തു. അർജന്റീനയിലെ ഒരുപാട് കുട്ടികൾ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ മറഡോണയും വേൾഡ് കപ്പിൽ നേടിയ വിജയവും ആ രാജ്യത്തെ ഒന്നടങ്കം സ്വാധീനിച്ചിരിക്കണം. ഇതേ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു മെസ്സിയും. ആ കുട്ടിയുടെ സ്വപ്നം തൻ്റെ ശരീരത്തെക്കാൾ ഒരുപാട് വലുതായിരുന്നു. ഉയരം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലേയേഴ്സിൽ ഒരാളാകുമെന്ന് അന്ന് ആരും തന്നെ കരുതി കാണില്ല. 17 വർഷങ്ങൾക്ക് ശേഷം മെസ്സി ബാഴ്സലോനയ്ക്കും സ്വന്തം രാജ്യത്തിനും വേണ്ടി ബൂട്ടണിഞ്ഞു. ലയണൽ മെസ്സിയുടെ പിതാവ് ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഹൗസ് സർവീസ് ജോലിയാണ് ചെയ്തിരുന്നത്. മെസ്സിയുടെ വീട്ടിൽ പണത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, എങ്കിൽ കൂടി അവിടെ പാഷൻ ഒരു കുറവുമില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ മുതിർന്ന സഹോദരങ്ങളുമായിട്ടാണ് ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നത്. കൊച്ചു മെസ്സി കളിക്കുന്നത് കാണാനായി ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശിയും ഒപ്പം പോകുമായിരുന്നു. മുതിർന്ന സഹോദരങ്ങൾക്കും കൂട്ടുകാർക്കും കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. എങ്കിലും മുത്തശ്ശി നിർബന്ധിക്കുന്നത് കാരണം അവർ മെസ്സിയെയും കൂടെ കളിക്കാനായി കൂട്ടി. 4ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബിൽ ജോയിൻ ചെയ്തു. 8ാമത്തെ വയസ്സിൽ ന്യൂവൽ ഓൾഡ് ബോയ്സിലും. ആ ഒരു സമയമായപ്പോഴേക്കും മെസ്സിക്ക് ഫുട്ബോൾ എന്നത് ശ്വാസമെടുക്കുന്നതിന് അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൻസ് പറയുന്നതനുസരിച്ച് കൊച്ചു മെസ്സിക്ക് ഫുട്ബോളിൽ നിന്നും ഒരുപാട് സന്തോഷവും ഇൻസ്പിറേഷനും ലഭിച്ചിരുന്നു. 10ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനുശേഷം ആഴ്ചകളോളം അദ്ദേഹം ഫുട്ബോൾ കളിച്ചില്ല. എന്നാൽ മെസ്സിയുടെ പിതാവ് പറഞ്ഞു മനസ്സിലാക്കി വീണ്ടും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഫുട്ബോളിലേക്ക് തിരിച്ചു. ഒരു വർഷത്തിന് ശേഷം മറ്റൊരു പ്രശ്നം വന്നു. മെസ്സിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഉയരം ഉണ്ടാകുന്നില്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശരീരം ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ്. അത് പരിഹരിക്കാനായി 3 വർഷത്തോളം അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു. അതിനുള്ള ചെലവ് ഓരോ മാസവും $1500, അതായത് മാസത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം രൂപ. മുഴുവൻ ചികിത്സയ്ക്ക് 36 ലക്ഷം രൂപ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരുപാട് ക്ലബ്ബുകളെ സമീപിച്ചു. എന്നാൽ അന്നത്തെ അർജന്റീനയുടെ മോശമായ ഫിനാൻഷ്യൽ കണ്ടീഷൻ കാരണം ചികിത്സ മുഴുവൻ ഏറ്റെടുക്കാനായുള്ള പണം ഒരു ക്ലബ്ബുകളുടെ അടുത്തും ഉണ്ടായിരുന്നില്ല. കുറച്ചു നാളുകൾക്കുള്ളിൽ മെസ്സിയുടെ കഥ സ്പെയിനിലെത്തി. ഈ കുട്ടി ടാലന്റഡ് ആണെങ്കിൽ ചികിത്സയുടെ മുഴുവൻ ചെലവും ബാഴ്സലോന വഹിച്ചുകൊള്ളാമെന്ന് അവർ വാക്കു നൽകി. എന്നാൽ കുട്ടി അർജന്റീന ഉപേക്ഷിച്ച് സ്പെയിനിൽ വരേണ്ടി വരും. മെസ്സി തൻ്റെ കുടുംബത്തോടൊപ്പം ബാഴ്സലോനയിലേക്ക് തിരിച്ചു. അവിടെ അദ്ദേഹം കോച്ചിനെ തൻ്റെ സ്കില്ലുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തി. എന്നാൽ എല്ലാം അത്ര എളുപ്പമായിരുന്നില്ല. മെസ്സിയുടെ കോൺട്രാക്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ പിതാവിന് സ്പെയിനിൽ പുതിയൊരു ജോലി നൽകണമായിരുന്നു. മെസ്സിയുടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഒരുപാട് ചെലവുണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എഴുതാമെന്ന വാക്കിൽ വിളിച്ചതിന് ശേഷവും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറിന് വേണ്ടി അത്രയും ചെലവ് ഏറ്റെടുക്കുന്നതിന് പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു. ഒരു ദിവസം മെസ്സിയുടെ പിതാവ് കോച്ചിനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഒന്നെങ്കിൽ താങ്കൾ കോൺട്രാക്റ്റ് എഴുതുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടം വിട്ടു പോകും. കോച്ച് കാർലോസ് റസാക്കെ അവരിരുന്ന ഹോട്ടലിലെ ഒരു ടേബിൾ നാപ്കിനിൽ മെസ്സിയുമായുള്ള കോൺട്രാക്റ്റ് എഴുതി. ഞാൻ കാർലോസ് റസാക്കെ, ബാഴ്സലോനയുടെ ടെക്നിക്കൽ സെക്രട്ടറി. മെസ്സി തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുന്ന പക്ഷം ലയണൽ മെസ്സിയെ ഒപ്പിടുന്നതിനെതിരെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. എപ്പോഴും ശാന്തമായിരിക്കുന്ന 13 വയസ്സുകാരൻ ഒരൊറ്റ വരിയിൽ മാത്രമായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നത്. മെസ്സി തൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുന്ന പക്ഷം, അതായത് ഇനി കുടുംബത്തിൻ്റെ ഭാവി മുഴുവൻ മെസ്സിയുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ പിതാവിനോടൊപ്പം തിരിച്ച് അർജന്റീനയിലേക്ക് മടങ്ങി വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. എത്ര 13 വയസ്സുകാർക്ക് ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
അങ്ങനെ കോൺട്രാക്റ്റ് നിലനിർത്തിക്കൊണ്ട് 6 മാസം കഴിഞ്ഞുപോയി. മെസ്സി ആദ്യമേ ക്ലബിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉയരക്കുറവ് കണ്ട എല്ലാവർക്കും അദ്ദേഹം ഒരു നല്ല പ്ലെയർ ആകുമോ എന്നതിൽ സംശയം തോന്നി. ജുവനൈൽ എ, ജുവനൈൽ ബി, ബാഴ്സലോന സി, ബാഴ്സലോന ബി, ഫസ്റ്റ് ടീം, അങ്ങനെ 5 ലെവലുകൾ അദ്ദേഹം 1.5 വർഷത്തിനുള്ളിൽ പിന്നിട്ടു. അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റും നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോച്ച് പറഞ്ഞത് വെറും ഒരു 13 വയസ്സുകാരൻ പയ്യന്റെ അടുത്ത് ഇത്രയും കഠിന പരിശീലനവും വേദനയും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്ര പക്വത ഉണ്ടായിരുന്നത് എനിക്ക് അന്നൊരു അത്ഭുതമായിരുന്നു. ദിവസം മുഴുവനുള്ള കഠിന പരിശീലനത്തിന് ശേഷം 7 ദിവസം ഒരു കാലിൽ ഇഞ്ചക്ഷൻ എടുക്കണം, അടുത്ത 7 ദിവസം മറ്റേ കാലിലും. 2003 16 വയസ്സുണ്ടായിരുന്ന മെസ്സി ബാഴ്സലോന വേഴ്സസ് പോർട്ടോ മത്സരത്തിൽ ഡെബ്യൂട്ട് ചെയ്തു. അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ സ്കിൽസ് കണ്ട് അതിശയിച്ചു. അടുപ്പിച്ചടുപ്പിച്ച് തള്ളി വീഴ്ത്തിയിട്ടും 4 ഡിഫൻഡേഴ്സിനെ മറികടന്ന് അദ്ദേഹം ഗോളടിച്ചു. റൊണാൾഡീഞ്ഞോയെ പോലെ തുറന്ന മനസ്സുള്ള മനോഹരമായൊരു പ്ലെയറിന്റെ കൂടെ പരിശീലിക്കാൻ സാധിച്ചത് മെസ്സിക്കുണ്ടായൊരു ഭാഗ്യമായിരുന്നു. റൊണാൾഡീഞ്ഞോ ഈ അധികം മിണ്ടാത്ത കുട്ടിയെ നോക്കി പറഞ്ഞത് ഇവൻ എന്നെക്കാളും ഉയരങ്ങൾ കീഴടക്കുമെന്നാണ്. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഭയവും ടെൻഷനും ഒന്നും നിങ്ങളെ വിട്ടുപോകണമെന്നില്ല. മെസ്സിക്ക് എപ്പോഴും ഉയരം കൂടിയ സ്ട്രോങ് ആയ പ്ലേയേഴ്സിനൊപ്പം കളിക്കാനായി ഒരുപാട് പരിശീലനം ആവശ്യമായി വന്നിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഫിസിക്കിനെ ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും സംഭവിക്കും. ഉദാഹരണത്തിന് മെസ്സിയുടെ കരിയറിന്റെ തുടക്കത്തിൽ സ്പാനിഷ് മീഡിയ മെസ്സിയെ ലാ പുൾക്ക, ദ ഫ്ലീ അഥവാ ഈച്ച എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരുപക്ഷെ മെസ്സിക്ക് അന്ന് ഇഷ്ടമായിട്ടുണ്ടായിരിക്കണമെന്നില്ല. ഇന്നും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ചോദ്യങ്ങളും കളിയാക്കലുകളും ഉയരാറുണ്ട്. ഇന്നും മെസ്സി ടീം ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും അറ്റത്തായാണ് നിൽക്കാറ്. കാരണം മറ്റുള്ള പ്ലേയേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അധികം ഉയരക്കുറവ് തോന്നാതിരിക്കാൻ. നമ്മൾ മെസ്സിയെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നിലാക്കി മുന്നിലേക്ക് ചലിക്കണം. മെസ്സി പറയുന്നു, യു ക്യാൻ ഓവർകം എനിത്തിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ലവ് സംതിങ് എനഫ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.